ഇത് പ്രേതബാധയുള്ള സ്ഥലമാണ്. ഒരു സ്ത്രീയുടെ പ്രേതാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യമാണ്. ആ പ്രേതാത്മാക്കൾക്ക് ശക്തി പ്രാപിക്കും. സ്ഥലത്തിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ വീഴ്ത്തി. ഇവിടെ ഒരു തുള്ളി ചോര പൊടിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ട്രെയിൻ ആക്സിഡന്റ് മരിച്ചു. ഇവനെ കൊണ്ടുപോയി കൊന്നു. ഓജോ ബോർഡിന്റെ കളിയാണ്. മുറിയുടെ പുറത്ത് വാതിലുകളിൽ അടിക്കുന്നു, കരയുന്ന ശബ്ദം കേൾക്കുന്നു. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിൽ പരമേശ്വർജിയാണ്, കാന്തല്ലൂർ സ്വാമിയാണ്. സ്വാമി നമസ്തേ. നമസ്കാരം. അവിചാരിതമായിട്ടാണ് സ്വാമിയെ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടത്. ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നതാണ്. പക്ഷേ വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ എത്തി നിൽക്കുന്ന സ്ഥലം വളരെ വിജനമായ ഒരു സ്ഥലമാണ്. ഇവിടെ പ്രേതബാധ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. കണ്ടവർ ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. സ്വാമി, സത്യത്തിൽ ഇതൊരു വെറും ഭൂമിയാണ്, ഒരു തോട്ടമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രേതത്തിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നത്? അങ്ങനെ ഉണ്ടാകുമോ? ഞാൻ ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളും ഇപ്പോൾ ജോർജ് ഓം സാറൊക്കെ ഇത്തരം വിഷയങ്ങൾ ഒക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ പരിഹാസം ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ ഇവരെ അനുഭവങ്ങൾ കൊണ്ട് പഠിക്കണം. ഇപ്പോൾ ഒരാൾ ജീവിക്കുന്നു, അയാൾ മരിക്കുന്നു, അയാൾ എവിടെയാണ് അടക്കം ചെയ്യുക? ഭൂമിയിൽ. ആ ഭൂമിയിൽ അടക്കം ചെയ്യുമ്പോൾ അടക്കം ചെയ്യുക, അടക്കം വയ്ക്കുക എന്നാണ് പഴയ താന്ത്രികതയിൽ പറയുന്നത്. നമ്മൾ അവനെ അടക്കം വെച്ചു. ഈ ഒരു പ്രേതാത്മാവിനെ അവൻ അതുപോലെ കൊണ്ടു നടന്ന ശരീരം എന്ന ജീർണവസ്ത്രം, ആ ജീർണവസ്ത്രം ഉപേക്ഷിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ആകാശത്തിലേക്ക്. എന്ന് നമ്മൾ പഞ്ചഭൂതങ്ങളിൽ, അവൻ്റെ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കും, അവൻ്റെ ആത്മാവ് ലയിക്കുമോ എന്നത് നമ്മളെങ്ങനെ അറിയും? ശരീരമാണ് ലയിക്കുന്നത്. ശരീരം ലയിക്കുന്നതിന് മുമ്പ് അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആത്മാവ് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, ഇത് പ്രേതബാധയുള്ള സ്ഥലമാണ്. ഈ പ്രേതബാധയുള്ള സ്ഥലത്ത്, പ്രേതസഞ്ചാരമുള്ള സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ വീഴ്ത്തി. ഇവിടെ ഒരു തുള്ളി ചോര പൊടിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ചോരയുടെ ലക്ഷണം, താന്ത്രികത്തിൽ ചോരയുടെ ലക്ഷണം, നമ്മളൊരിടത്ത് പ്രേതബാധയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എത്തുന്ന താന്ത്രിക കർമ്മങ്ങളും പ്രേതബാധയെക്കുറിച്ച് അറിവുള്ള ഒരാൾ, സാധാരണ അറിവുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അവരുടെ സാന്നിധ്യ സ്ഥലമാണ്. ആ സാന്നിധ്യ സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒന്ന് വീഴ്ത്തും. നമ്മൾ അമാനുഷികനല്ല. മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം, പക്ഷേ നമ്മളറിയാതെ നടക്കുന്നൊരു പ്രക്രിയയാണ് ശ്വാസക്രിയ, അല്ലേ? നമ്മൾ അറിയുന്നില്ല. ആ ശ്വാസം നഷ്ടപ്പെടുമ്പോൾ അതും നമ്മൾ അറിയുന്നില്ല, മറ്റുള്ളവർ അറിയുന്നേ ഉള്ളൂ. നമ്മളറിയാതെ പോകുന്ന ഒരു അന്തരീക്ഷം, ഒരു മേഖലയുണ്ട്. ഇത് ദൈവമില്ല എന്ന് പറയുന്നവരോ മരണാനന്തര ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ ഉള്ള പരിഹസിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആഴത്തിലുള്ള അറിവ്, ആഗ്രഹങ്ങൾ തീർത്താതെ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരണപ്പെടുന്ന പ്രേതാത്മാവ്, അല്ലെങ്കിൽ ഒരുപാട് കാലം, ഇപ്പോൾ ഈ സ്ഥലം ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം പ്രേതാത്മാക്കളുടെ സ്ഥലമാണ്. ഞാനിവിടെ വരുമ്പോൾ തന്നെ ഈ ഗൃഹമായിട്ട് ബന്ധപ്പെട്ടുള്ളവരടുത്ത് ഇവിടുത്തെ സഞ്ചാരത്തെക്കുറിച്ച് സംസാരിച്ചു. എൻ്റെ 5 ശിഷ്യന്മാർ ഇന്നലെ നേരത്തെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട താന്ത്രമാന്ത്രിക പ്രയോഗങ്ങൾക്കൂടെ വന്നു. ഇന്നലെ രാത്രി അവർക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അവർ രാത്രി 2 മണിയപ്പോൾ എന്നെ വിളിക്കണം. മുറിയുടെ പുറത്ത് വാതിലുകളിൽ അടിക്കുന്നു, കരയുന്ന ശബ്ദം കേൾക്കുന്നു. ചോദിച്ചാൽ മതി, അവരെല്ലാവരോടും ഉണ്ട്. ഇന്ന് രാവിലെ പ്രേതാവാഹനവും ഉഗ്രപ്രത്യങ്കരയും വാർത്താളിയും പോലുള്ള ശക്തമായ ഹോമം നമ്മളിവിടെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സഞ്ചരിക്കുന്ന പ്രേതാത്മാക്കളുടെ ഇതിൽ നിന്ന് നമ്മൾ വേർപെട്ട് പോകാൻ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാനായിട്ടുള്ള ആക്രമണമാണത്. ഇപ്പം ദൈവമില്ല, പിശാചില്ല, ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിൻ്റെ അകത്തൊരു വലിയ ജനസമൂഹമുണ്ട് ഇതെല്ലാം വിശ്വസിക്കുന്നത്. അവൻ്റെ വിശ്വാസത്തിലാണ് മുറുകെ പിടിക്കുന്നത്, അല്ലേ? അവൻ്റെ വിശ്വാസത്തിൽ. ഇത് നേരിട്ട് കണ്ടിട്ട് അനുഭവമുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇത് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇവിടെയുള്ള ഒരുപാട് മേഖലകളിൽ പ്രേതസഞ്ചാരം നടക്കുന്ന വഴിയുണ്ട്. കാരണം ഞാനിന്ന് രാവിലെ ഈ വീട്ടിൽ വന്നപ്പോൾ എല്ലാ വീട്ടുകാരും ഉണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു അടച്ചിട്ടിരിക്കുന്ന ഒരു അമ്പലമുണ്ടോ? അതൊരു തെക്കതാണ്. അവർക്ക് അറിഞ്ഞൂടാ.
പക്ഷെ നമ്മൾ ലക്ഷണശാസ്ത്ര പ്രകാരം അവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ആദിവാസി യുവതികൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം അവരൊക്കെ ഇപ്പോൾ വളരെ 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 മുമ്പിലാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ചുള്ളി പറക്കാൻ പോകുന്നത് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവരുടെ ജീവിത മാർഗമാണ് അതിനകത്ത്. അങ്ങനെ മൃഗങ്ങളാൽ അല്ലെങ്കിൽ മനുഷ്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട ഒരു പ്രേതാത്മാവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണിത്. ഇത് ആ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ക്യാമറയായിട്ട് ഇങ്ങോട്ട് വന്നു, പക്ഷെ എന്നെ അവിടെ വീഴ്ത്തി. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ആ വീഴുന്ന സ്ഥലത്ത് എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി, ഞാൻ 62 വയസ്സ് കഴിഞ്ഞ ആളാണ്, 63 വയസ്സാകാൻ പോകുന്ന ആളാണ്. എൻ്റെ മനസ്സിൻ്റെ ഊർജ്ജം കൊണ്ടാണ് ഞാൻ വരാം എന്ന് പറയുന്നത്. ഇത്തരം കുത്തിറക്കമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ ഒന്ന് വീഴ്ത്തി എന്ന് പറഞ്ഞാൽ, നീ സൂക്ഷിച്ചോ, നീ എൻ്റെ മേഖലകളിലേക്കാണ് വരുന്നത്, നീ എൻ്റെ മേഖലകളിലേക്ക് ഒന്ന് കടന്നു കയറാൻ ശ്രമിക്കുന്നു, നിനക്ക് ആപത്ത് വേണ്ടെങ്കിൽ നീ തിരിഞ്ഞു പോവുക, അതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പ്രേതാത്മാക്കളെ പേടിക്കുന്ന ഒരാളല്ല. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി ചോര വീണാൽ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് തന്നെ ഒരു തുള്ളി ചോര ഈ ഭൂമിയിൽ വീണാൽ ആ പ്രേതാത്മാക്കൾക്ക് ശക്തി പ്രാപിക്കും. അവർ ദാഹിച്ച് അതുകൊണ്ടാണ് ആ ചോര അവർക്കറിയാതെ. ഒരു തുള്ളി ചോര വീഴ്ത്തിയാൽ ഈ ഭൂമി പ്രേതഭൂമിയായിട്ട് ശക്തി പ്രാപിക്കും. വീണ്ടും ഇവിടെ രാത്രി സഞ്ചരിച്ചേ പറ്റുള്ളൂ. രാത്രി അർദ്ധരാത്രിയിൽ ഈ സ്ഥലത്ത് വന്നാൽ, ഇപ്പോൾ ഈ പുഴയുണ്ട്, നമ്മൾ ചോദിക്കുക ശരീരമില്ലാത്ത ആളെങ്ങനെ ജലത്തിലിറങ്ങുന്നത് കാണും? ശരീരമില്ലാത്ത ആളെന്തിന് ശുദ്ധി? പ്രേതാത്മ എന്ന് പറഞ്ഞാൽ ശാരീരം മുണ്ട് കൊടുത്തൊന്നും നടക്കുന്നവരല്ല, അവരൊരു രൂപമാണ്, ഒരു ധൂമമാണ്. പക്ഷെ ആ ധൂമം പോലും ജലത്തിൽ, പർവ്വതങ്ങളിൽ, കാടുകളിൽ ഒക്കെ ചെന്ന് അടക്കം ചെയ്യുമെന്ന് തന്ത്രശാസ്ത്രത്തെ പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രേതഭൂമിയാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ പ്രേതാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യമുണ്ട്. അതിവിടെ സ്ഥിരം വസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവരുടെ നഗ്ന നേത്രങ്ങളിൽ അവർക്കത് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ മരങ്ങളുടെ ഇടയിൽ രൂപം. അപ്പോൾ ആ മരം നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കണം. നമ്മളെ ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്ഥിരം നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും അത് പറയില്ല. പക്ഷേ ഇതിനെ എന്തിനേയും വിമർശിക്കുന്ന, ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതുപോലെ മമ്മൂട്ടിയുടെ രോഗം വരുമെന്ന് പറഞ്ഞു. മമ്മൂട്ടി രോഗം വരുമെന്ന് പറഞ്ഞത് മമ്മൂട്ടിക്ക് രോഗം വരുന്നതിന് ശേഷമല്ല പറയുന്നത്. തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. അനന്തഭദ്രം ചെയ്തപ്പോൾ എനിക്കുണ്ടായ ദോഷങ്ങൾ തന്നെ പിന്നീട് വിശകലനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കും. ഒരു യഥാർത്ഥ മന്ത്രങ്ങൾ ഉപയോഗിക്കില്ല. നമ്മളിരിക്കുന്ന സ്ഥലം, അത് ഷൂട്ട് ചെയ്യുന്ന നേരം, കാലചക്രം കൃത്യമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ സമയത്ത് അറം പറ്റും എന്ന് പറയും. അറം പറ്റിപ്പോയി ഒരുപാട് കഥയുണ്ട്. ഞാൻ ഗന്ധർവൻ, പത്മരാജ സാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വിഷയങ്ങളുണ്ട്. ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മരണപ്പെടുന്നു. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ അതിൽ ഗുഡ് നൈറ്റ് മോഹൻ സാറ് ഈ ഗന്ധർവൻ തുടങ്ങുന്ന കാലം, എഴുതി തുടങ്ങുന്ന കാലം മുതൽ ഈ ഷൂട്ടിംഗ് തീരുന്നവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് മറുപടി പറയുന്നുണ്ട് ഇവിടെ നിരീശ്വരവാദികൾക്ക്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നവർക്ക് എന്ത് പറയാനുണ്ട്? ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയുന്ന മഹാബ്രാഹ്മണൻ, സിനിമയെ ഇത്രയും സ്നേഹിച്ച ഒരാൾ, അദ്ദേഹമൊക്കെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മുടെ നഷ്ടമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ സിനിമയെ സ്നേഹിച്ചിരുന്ന ഒരാൾ, ഇല്ലേ, സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരാൾ, അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിന്നു. ഗന്ധർവൻ എന്ന് പറയുന്ന പടം. പിന്നെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. പക്ഷേ ബാലേന്ദ്ര മേനോൻ ഹലോ എന്ന് പറയുന്നൊരു മാഗസിൻ ഇറങ്ങിയപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ എനിക്ക് പറ്റി. വളരെ വലിയ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. നഷ്ടമാണ് ഗുഡ് നൈറ്റ് മോഹൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്തുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു? ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യത്തിനെ കുറിച്ചുള്ള സിനിമയുണ്ടാക്കിയ ആഘാതമാണ് അതിനകത്ത്. ഇപ്പം ഞാൻ ഗന്ധർവപ്പാറ എന്ന് പറയുന്നൊരു നോവൽ എഴുതി. രാത്രിയാകുമ്പം ടീച്ചർ പറഞ്ഞു എൻ്റെ മുഖത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു, സ്വാമി ആ നോവൽ എഴുതരുത്, മുറി മുഴുവൻ മിന്നാമിനുങ്ങൾ വരുന്നു. ഞാൻ കുറേ കാലം ആ നോവൽ നിർത്തിവെച്ചു. എന്നാൽ ഞാൻ മാറ്റി യക്ഷിപ്പാറ എന്ന് പറഞ്ഞ് എഴുതി പൂർത്തീകരിച്ച് പബ്ലിഷ് ചെയ്തു. പല കാര്യങ്ങളും നമ്മുടെ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരല്ല ഞാൻ പറയുന്നത്, എന്തെന്നറിയാതെ വിമർശിക്കപ്പെടുക. ഈ അടുത്ത ഉണ്ണിമുകുന്ദൻ ഗന്ധർവനുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു, പിന്നീട് അത് കേട്ടില്ല. ഇല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത്തരം തന്ത്രം വിഷയങ്ങൾ ഗഹനമായും അതിലൂടെ ആഴത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്താ പറയുന്നത്? നമുക്ക് എന്താ ആഗ്രഹം? മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ വളരെ കാലം ആരോഗ്യപരമായി ജീവിച്ചിരിക്കണം, അല്ലേ? അതെ, എനിക്കറിയാവുന്ന പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ആരോഗ്യപരമായി ജീവിച്ചിരിക്കണം. അദ്ദേഹം കൊടുമുടി കയറിക്കഴിഞ്ഞാണ്, അഭിനയത്തിൻ്റെ കൊടുമുടികൾ കയറിക്കഴിഞ്ഞു. അദ്ദേഹം മുദ്ര പതിപ്പിച്ച ആളാണ്.
പുണ്യാത്മാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുന്നു. അന്ന് വരാമല്ലോ. അപ്പൊ അപ്പോഴും അങ്ങ് പറഞ്ഞ വാചകങ്ങൾ എടുത്തു വെച്ച് ട്രോൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇവരൊക്കെ ഈ പറയുന്നവരൊക്കെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയും സമാധാനവും ശാന്തിയുമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. അങ്ങനെ ഉറങ്ങണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അദ്ദേഹം ചെയ്യരുത് അബദ്ധം. ചെയ്യുന്ന അബദ്ധം ഇത് ഈ സിനിമ കണ്ടുറങ്ങിയാണെ തന്നെ ഞാൻ എൻ്റെ ജോഫി ജോസഫ് എൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഇബ്രാഹിം കുട്ടിക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ അത് നമ്പർ ഇട്ടു. ഇത് അപകടമാണ്, ഈ പടം നമുക്ക് ദോഷമുണ്ടാക്കും, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൂടെ കിടപ്പില്ലേ? അപ്പം മറ്റുള്ളവരെന്ത് പറയുന്നതാണ്. നമുക്ക് അദ്ദേഹം ഒരുപാട്, ആരും ഏത് മനുഷ്യനാണെങ്കിൽ പോലും നമ്മളില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസത്തിൻ്റെ ഒരു ഗതിയുണ്ട്. അത് നമ്മൾ അറിയാത്തൊരു സാധനമാണ്. ഒരു നെഞ്ചുവേദന വന്ന് നമ്മുടെ വീണ് മരിക്കുമ്പോൾ മറ്റുള്ളവരെ അത് അറിയുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ സംസാരിക്കുന്നവരെ നമ്മൾ വെറുതെ വിടുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ അങ്ങ് പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ആർക്കാണ് മെസ്സേജ് അയച്ചത്? ഇപ്പൊ കുറെ പേര് സംശയം ചോദിച്ചു, അസുഖം വന്നതിന് ശേഷം ഇത് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അപ്പൊ അങ്ങ് പേരടക്കം പറഞ്ഞിരിക്കുന്നു, പിന്നെ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഇത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എത്രയോ പേർ കൊടുത്തിരിക്കുന്നു. ഈ വിവാഹം നടത്തരുത്, ഈ വിവാഹം നടത്തിയാൽ ഇങ്ങനെ സംഭവിക്കും, ഈ വിവാഹം നടത്തിയാൽ ഇങ്ങനെയാണ് സംഭവിക്കും. ഇപ്പം ടീച്ചറിൻ്റെ ഒരു ബന്ധു കല്യാണം നടത്തരുത്, ഈ ജാതകം നടത്തരുത്, ഇത് 3-ാമത്തെ ദിവസം കുട്ടി വീട്ടിൽ വരും, വന്നേ പറ്റൂ. കാരണം ഈ പയ്യൻ ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ണേക്ഷിയാണ്, തെറ്റൂല, അതിനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. കുട്ടി വീട്ടിൽ വന്നു, ഇപ്പം എൻ്റെ വീട്ടിൽ ഉണ്ട്. അപ്പം ചില വിധികളുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഇങ്ങോട്ട് യാത്ര, നമ്മുടെ ഗുജറാത്തിൽ നമ്മുടെ സുഹൃത്ത് വിളിക്കുകയാണ്. അത് ഞാൻ വളരെ കാലമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഫലങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുടുംബത്തിൽ ചെറുപ്പക്കാർക്ക് ദോഷം, വിവാഹം നടക്കാൻ പോകുന്നവർക്ക് ദോഷം, അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്ത്, നമുക്കറിയാവുന്ന കർമ്മങ്ങൾ ചെയ്തൊക്കെ മാറ്റണം. ഇല്ലെങ്കിൽ ഈ പ്രേത സ്വാധീനം, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പ്രേതാത്മാവ് ഇനി കൂടെ ഒരാളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഇത് ചോദിച്ചാൽ ഇനി പരിഹസിക്കാൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരാളെ കൂടെ കൊണ്ടുപോകും. അത് ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. ഇന്ന് രാവിലെ ഞാൻ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്നെ അദ്ദേഹം വിളിക്കുകയാണ്, ഗുജറാത്തിൽ, സച്ചിൻ എന്നാണ് പേര്. സച്ചിൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവരെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം തീരുമാനിച്ചു, ഫോട്ടോഷൂട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെ പയ്യൻ തൂങ്ങി നിൽക്കുകയാണ്. ഇതൊരാൾ കേട്ടോണ്ടിരിക്കുന്നത് ഇല്ലാത്തല്ലോ, ഞാൻ പേരുൾപ്പെടെയല്ലേ പറയുന്നത്. അവൻ സഹിക്കാൻ വയ്യാതെ എന്നെ ഇപ്പോൾ 2 പ്രാവശ്യം വിളിച്ചു. അപ്പം ഞാൻ പറയും, ഞാനിത് പറഞ്ഞതല്ലേ, നമ്മളൊരു കാര്യം കഴിഞ്ഞിട്ടല്ല പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു അച്ഛൻ്റെ സഹോദരിയുടെ മകൻ, ഞാനൊരു കല്യാണത്തിന് ചെല്ലുമ്പോൾ അവൻ എന്നെ കണ്ട്, ചേട്ടാ അനന്തഭദ്രമൊക്കെ എഴുതിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല തേജസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി വേണം, ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഞാൻ മംഗളത്തിൽ അവനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു. അന്ന് പിന്നീട് എൻ്റെ ശത്രുവായ ഒരാളായിരുന്നു അവിടുത്തെ അന്ന് ചുമതല ഉണ്ടായിരുന്നത്. എന്നെ നശിപ്പിക്കാൻ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ ജോലി കൊടുത്തു. അന്നത്തെ കാലത്താണ് സൗഹൃദം ഉണ്ടായിരുന്നത്. ജോലി കൊടുത്തു. ഇവൻ നന്നായിട്ട് ജോലി ചെയ്യും. അയാൾ എന്നോട് വിളിച്ച് പറഞ്ഞു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഗ്രീൻ ടിവിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ പയ്യൻ കയറി വന്നു. അവൻ്റെ മുഖത്ത് അതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മാറ്റം. അപ്പം ഞാൻ ചോദിച്ചു, ബിനോയ് നീ വാഹനം വല്ലതും മേടിച്ചു? അന്ന് എനിക്ക് ഇത്രയൊന്നും, ഞാൻ ഹിമാലയത്തിലൊന്നും പോയിട്ടില്ല, ഒരു താന്ത്രികനും പഠിച്ചിട്ടില്ല, പക്ഷെ ഫലം പറയും. നീ ഹിമാലയത്തിൽ നീ പിന്നെ വണ്ടി വല്ലതും എടുത്തോ? ഞാൻ ഒരു വണ്ടി എടുത്തു. ഞാൻ ഏത് വണ്ടി? അത് യമഹ, ഏതാ ഒരു വണ്ടി. നീ ഇത് കൊണ്ടുവന്നു? കൊണ്ടുവന്നു. എന്ത് ചേട്ടാ? നീ ഇവിടെ, ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഒരു പുത്തൻ വണ്ടി, 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അല്ല 137 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഈ വണ്ടി നീ ഉപയോഗിക്കരുത്, ഈ വണ്ടി അപകടമാണ്. അതെന്ത് ചേട്ടാ? എനിക്ക് അറിഞ്ഞുകൂടാ, ഇതൊരു മരണ വണ്ടിയാണ്. എൻ്റെ സ്വന്തം അച്ഛൻ്റെ സഹോദരിയുടെ സുമരി എന്നാണ് അവരുടെ മകൾ, ഗീതയുടെ മകനായിട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പേരെടുത്തല്ലേ പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ അത് എനിക്ക് അറിഞ്ഞുകൂടാ, നീ ഇത് വേണ്ടാന്ന് വെക്ക്. നിനക്ക് അന്ന് എൻ്റെ സമ്പന്നായതുകൊണ്ട് ഞാൻ നിനക്ക് വേറെ വണ്ടി മേടിച്ചു തരാം. വേണ്ട ചേട്ടാ. പിന്നെ കേൾക്കുന്നത്, അപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ രാത്രി നൈറ്റ് 1 മണി 2 മണി കഴിഞ്ഞാണ് പോകുന്നത്. ഞാൻ ആ പട്ടത്തിന് താഴെ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ തിരിയുമ്പോൾ എൻ്റെ ബൈക്കിൽ ആരാണ്ട് കയറിയിട്ട് ഞാനിങ്ങനെ കുലുങ്ങുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി നോക്കി, പക്ഷേ എൻ്റെ തോളിൽ ആരോ പിടിക്കുന്നുണ്ട്, എൻ്റെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, വണ്ടിയുടെ പുറയിൽ ആരോ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ തിരുമേനിയുടെ അടുത്ത് പോയി പറ. അപ്പോൾ തിരുമേനി പോണ്ട്, അവനെന്തോ ജപിച്ചു കൊടുത്തു. 2 ദിവസം ശല്യമില്ലായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പിന്നെ കേൾക്കുന്ന അവൻ്റെ മരണ വാർത്തയാണ്. നമ്മളിത് ആലോചിക്കണം. അപ്പോൾ ബിനോയ് റോഡ്, അവിടെ ബിനോയ് റോഡുണ്ട് പട്ടത്ത് താഴെ തിരുവനന്തപുരത്ത്. എൻ്റെ കൺമുമ്പിൽ നടന്ന്, അപ്പോൾ നമ്മൾ ഇവരെണ്ണം ചെയ്യരുത്, ഇത് അപകടമാണ്.
ഈ വീട് വാങ്ങരുത്, ഇവിടെ പ്രേതബാധ. പിന്നെ സ്വാമിക്ക് തലയ്ക്കുമല്ലോ കുഴപ്പമുണ്ടാ, ഇവിടെ പ്രേതബാധ, എനിക്ക് വേറെ ജോലിയില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച പലരും വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ ബാധ ഒഴിപ്പിച്ച് കളയാൻ പറ്റില്ലേ? ബാധയൊന്നും അങ്ങനെ ഈ പറയുന്നവർ ആരെ ഒഴിപ്പിക്കുമെന്നാണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ബാധ ഒഴിപ്പിക്കുക വല്ലതിനും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ബാധ ഒഴിപ്പിക്കാവൂ? ആദ്യം അത് എങ്ങനെ ഉണ്ടായി? ഇത് ഒഴിക്കാൻ പറ്റുന്നതാണ്. ഇത് അവൻ്റെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഫോഴ്സ്. ആ നെഗറ്റീവ് ഫോഴ്സിൻ്റെ ചിന്തയിലേക്ക് എങ്ങനെയാണ് ഇവൻ ചെന്ന് കയറിയിരിക്കുന്നത്? ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരാൾ പറയും, ഒരു പയ്യൻ മുംബൈയിൽ നിന്ന് ഒരു അമ്മ എന്നെ വിളിക്കുവാണ്, ഒരുപാട് പേര് വിളിക്കും. അപ്പോൾ ഇവൻ മുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല. ഞാൻ എന്താ ഇറങ്ങാത്തത്? എന്താ മുളി? ഞാൻ ലഹരി വല്ലതും ഉപയോഗിക്കുമോ? ലഹരിയൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ അവൻ രാത്രി സംസാരിക്കും. രാത്രി ആരോട് സംസാരിക്കും? അതെനിക്ക് അറിഞ്ഞുകൂടാ സ്വാമി, ഞാൻ അച്ഛനില്ലാതെ വളർത്തിയതാണ് സ്വാമി, അവനെ എങ്ങനെ രക്ഷപ്പെടുത്തണം? ഞാൻ അവനെ ഒന്ന് വിളിക്കാൻ പറയുമോ? വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് ഞാൻ ഞെട്ടി നോക്കിയിട്ട് പിന്നെ അവൻ സംസാരിക്കത്തില്ല. എന്താണ്? ഓരോ ബോഡി കൂടെ നിങ്ങൾ ആലോചിക്കണം, ഓരോ ബോഡി കൂടെ ഒരു പെണ്ണിൻ്റെ പ്രേതാത്മാവിനെ അവൻ വരുത്തും രാത്രി. അവളുമായിട്ടുള്ള സമ്പർക്കമാണ്. ഈ അടുത്ത കാലത്ത് ഇവൻ ഒരു പെണ്ണിൻ്റെ കൂടെ പോകുന്നത് കണ്ടു എന്ന് CCTV കണ്ടു എന്ന് പറയുന്നു ഒരാൾ, എനിക്ക് അറിഞ്ഞുകൂടാ, അതോ ഷൂട്ട് ചെയ്തോ എന്തോ അതിൻ്റെ സത്യാവസ്ഥ ഉണ്ട്. ഇവൻ ട്രെയിൻ ആക്സിഡൻറ്റ് മരിച്ചു. ഇവനെ കൊണ്ടുപോയി കൊന്നു. ഓജോ ബോർഡിൻ്റെ കളിയാണ്. ഓജോ ബോർഡിൻ്റെ ആ ലെയറിലേക്ക് പ്രേതാത്മാക്കൾ സഞ്ചരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു വലിയ എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ മകനെ പോലാണ്, രാജേഷ് എന്നാണ് പേര്, IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നോട് വലിയ ബന്ധമാണ്, വലിയ ഇഷ്ടമാണ്, നല്ല ഡിസിപ്ലിനായിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഈ കുട്ടി അമ്മയൊക്കെ കുടുംബമായിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പം അച്ഛന് വയ്യാതായി. 2 പ്രാവശ്യം ഞാൻ അത് ആശുപത്രിയിൽ പോയി, ഞാൻ ടീച്ചറോട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മരണസമയം ഒന്നും ആയില്ല, പക്ഷെ ലക്ഷണങ്ങളുണ്ട്.